ലസ്റ്റ് നിങ്ങളെ നിശബ്ദമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം, അച്ചടക്കം, മനസ്സമാധാനം എന്നിവയെല്ലാം പതിയെ കവർന്നെടുക്കുന്നു. ഓരോ തവണ നിങ്ങളിതിന് വഴങ്ങിക്കൊടുക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അധികമാരും നിങ്ങളോട് പറയാത്ത ഒരു സത്യമുണ്ട്. നിങ്ങൾക്ക് ലസ്റ്റിനെ തോൽപ്പിക്കാൻ കഴിയും. അതിനുള്ള തുടക്കം ഇന്ന് തന്നെയാകണം. ലസ്റ്റ് എന്നത് വെറുമൊരു ആഗ്രഹം മാത്രമല്ല, അതൊരു കെണിയാണ്. അത് തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊരു സന്തോഷം തരും. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടും. നിങ്ങൾ എന്തോ വലുത് നേടിയെന്ന് നിങ്ങളുടെ തലച്ചോറിനെ അത് തെറ്റിദ്ധരിപ്പിക്കും. പക്ഷെ സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി, വിൽ പവർ, പ്രവൃത്തി ചെയ്യാനുള്ള ആവേശം എന്നിവയെല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. ഇതിലെ ഏറ്റവും മോശം കാര്യം എന്താണെന്നോ? ഇത് നിങ്ങളെ നിങ്ങളുടെ തോന്നലുകൾക്ക് അടിമയാക്കും. ഒരു സ്ക്രീനിനോട് പോലും വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളൊരു ശക്തമായ ജീവിതമുണ്ടാക്കിയെടുക്കുക? അത് ശക്തിയല്ല, ദൗർബല്യമാണ്. ഞാനിത് കൃത്യമായി പറയുന്നത് ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നുപോയതുകൊണ്ടാണ്. മിക്ക ആളുകളും ലസ്റ്റിനെ തോൽപ്പിക്കാത്തത് അവർ തെറ്റായ രീതിയിൽ അതിനോട് പോരാടുന്നതുകൊണ്ടാണ്. അവർ വെറും വിൽ പവറിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. പക്ഷേ വിൽ പവറിനൊരു പരിധിയുണ്ട്. അത് എളുപ്പത്തിൽ മങ്ങിപ്പോകും. സത്യമിതാണ്, നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് എത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ സിസ്റ്റങ്ങൾ നിങ്ങളെ എവിടേക്ക് കൊണ്ടുപോകുന്നുവോ അങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ തോൽക്കുന്നതിൻ്റെ 3 പ്രധാന കാരണങ്ങൾ: 1. നിങ്ങളുടെ ഫോൺ എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. 2. രാത്രി വൈകി നിങ്ങൾ വെറുതെ ഒരു ലക്ഷ്യവുമില്ലാതെ സ്ക്രോൾ ചെയ്യുന്നു. 3. നിങ്ങൾ ഒരിക്കലും സ്വയം ചോദിക്കുന്നില്ല, ഞാൻ എന്തിനാണ് ഈ സമയം കളയുന്നത് എന്ന്. ഈ ലസ്റ്റിൽ നിന്ന് ഡോപ്പമിൻ കിട്ടാൻ നിങ്ങളുടെ തലച്ചോറ് ശീലിച്ചുപോയി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ അടക്കിപ്പിടിക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിൻ്റെ ആ ശീലത്തെ മാറ്റിയെഴുതുകയാണ് വേണ്ടത്. വിജയിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിതാണ്: പ്രേരണകളെ ഒഴിവാക്കുക. നിങ്ങൾ പതിവായി കാണുന്ന സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക. ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുക. മൊബൈലിലേക്കുള്ള നിങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക. തോൽവിക്കൊരു അവസരം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പുതിയ ശീലങ്ങൾ തുടങ്ങുക. വെറുതെ ഒരു ശീലം നിർത്തുക മാത്രമല്ല വേണ്ടത്, പുതിയ നല്ല ശീലങ്ങൾ തുടങ്ങണം. ആ അർജ് വരുമ്പോൾ അവിടെ തന്നെ ഇരിക്കരുത്, ഉടൻ എഴുന്നേൽക്കുക. നടക്കാൻ പോകുക, പുഷപ്പ് ചെയ്യുക, ഡയറി എഴുതുക. മനസ്സിലിരുന്ന് അതിനോട് പോരടിക്കുന്നതിന് പകരം നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിക്കുക. നിങ്ങൾ എന്തിനാണിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏകാന്തതയോ മടുപ്പോ അതോ വല്ലാത്തൊരു മരവിപ്പോ അനുഭവപ്പെടുന്നുണ്ടോ? ഈ ലസ്റ്റ് പലപ്പോഴും ഉള്ളിൽ വിഷമത്തെ മറയ്ക്കാനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് പുറമെ കാണുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ അതിൻ്റെ ബേസ് പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തുക. ഇനി നിങ്ങൾ ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആത്മവിശ്വാസത്തോടെ, നല്ല ഫോക്കസോടെ ശക്തനായി നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു. ഇനി ഒന്നും ഒളിച്ചുവെക്കേണ്ട, ഒരു കുറ്റബോധവുമില്ല. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വ്യക്തതയുണ്ടാവും. നിങ്ങൾ ലസ്റ്റിനെ തോൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ എനർജിയും കോൺഫിഡൻസും വർദ്ധിക്കും. പിന്നെ നിങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ചല്ല നിങ്ങൾ ജീവിക്കുക, മറിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ദുർബലനല്ല, പരിശീലനമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം. ഇന്ന് തന്നെ തുടങ്ങുക. ലസ്റ്റിനെ കീഴടക്കി നിങ്ങളുടെ നിയന്ത്രണം തിരികെ പിടിക്കുക. ഓർക്കുക, നിങ്ങളുടെ മനസ്സിലാണ് യഥാർത്ഥ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും.